അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, നാം ഈ മാസം ഇതുവരെ ചർച്ച ചെയ്തത് നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ പറ്റിയാണ്. അത് മുഖേന നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഫലങ്ങളെ പറ്റിയാണ്. ശാസ്ത്രം ഈ നോമ്പിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ വളരെ അത്യന്താപേക്ഷിതമായ, വളരെ അത്യാവശ്യമായ രോഗപ്രതിരോധ ശക്തിയെ അത് കൂട്ടും എന്നാണ് ശാസ്ത്രം പറയുന്നത്. രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്. അത് എപ്പോഴും ക്ഷയിക്കാൻ പാടില്ല. ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതിന് വലിയ ഒരു ശക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ലിംഫാറ്റിക് കോശങ്ങളുടെ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട്. ലിംഫാറ്റിക് സെൽസ് അത് മുഖേന നമ്മുടെ ഇൻഫെക്ഷനുകളെ തടയാനും മറ്റ് പല കാര്യങ്ങൾക്കും അത് വളരെ നല്ലതാണ്. അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. കൂടാതെ ലിംഫോസൈറ്റ്സ് ടി ഇത് വലിയ തോതിൽ ഉണ്ടാകും ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് മുഖേന. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചില ആൻറ്റിബോഡീസുകളും നമ്മുടെ രക്തത്തിൽ അത് ഉയരും. നമ്മുടെ രക്തത്തിലെ ആൻറ്റിബോഡീസിൻ്റെ അളവുകൾ ഈ നോമ്പ് മുഖേന ഉയരും. അതേപോലെ തന്നെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അത് പലജാതി രോഗങ്ങളെ തടയും എന്ന് മാത്രമല്ല, ഈ അപകടകാരിയായ പൊണ്ണത്തടിയെയും അത് ഇല്ലാണ്ടാക്കും. പൊണ്ണത്തടി കൊണ്ടാണ് കൂടുതലായി പലജാതി രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റാബിലിറ്റിയെ, നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരതയെ അത് ഉണ്ടാക്കും. അതായത് മനസ്സിന് ഒരു നല്ല സ്ഥൈര്യം കിട്ടും, ഒരു ചാഞ്ചല്യം ഉണ്ടാവുകയില്ല, ഒരു അചഞ്ചലത കിട്ടും എന്നാണ് ഈ നോമ്പ് കൊണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത്. കൂടാതെ നമ്മുടെ വൃക്കയെ, കിഡ്നിയെ അത് കല്ലുകളെ തൊട്ട് കാക്കും. അതായത് കല്ലുകൾ നോമ്പ് മുഖേന ഉണ്ടാവുകയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഈ വർഷം മുഴുവനും നാം ഭക്ഷിച്ച ഭക്ഷണങ്ങളിൽ നിന്ന്, അതായത് പ്രോസസ്ഡ് ഫുഡുകൾ, അതേപോലെ തന്നെ പ്രിസർവ്ഡ് ഫുഡുകൾ, ഇങ്ങനെ അരുതാത്ത വറുത്തതും പൊരിച്ചതും ഇങ്ങനെയുള്ള പലജാതി ഫുഡുകൾ നാം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കോശങ്ങളിലും ടിഷ്യൂകളിലും വിഷാംശങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടും. അതിനെ ഇല്ലാണ്ടാക്കാനും ഈ റമദാൻ മാസത്തിൻ്റെ ഈ വ്രതം, ഈ നോമ്പിന് വലിയ ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ റമദാനിൻ്റെ നോമ്പിന് ഇങ്ങനെയുള്ള ഒരുപാട്
പ്രത്യേകതകള്, ഗുണങ്ങള്, പലജാതി രോഗങ്ങളെ തടയാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഇത് മുഖേന നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത്, ആരോഗ്യപരമായ ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നുണ്ട്. ഇത്തരം കാര്യം ഞാൻ പറഞ്ഞത് റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞര് 1990 കണ്ടുപിടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല, ഈ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് അധിക പേർക്കും അവരുടെ പ്രമേഹങ്ങൾ, മധുരത്തിൻ്റെ രോഗങ്ങൾ കുറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നാം നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ നോമ്പ് മുഖേന പ്രമേഹം, മധുരത്തിൻ്റെ രോഗം കുറയും എന്ന് വിചാരിച്ച് കൂടുതൽ മധുരം കഴിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ചിലപ്പോൾ അത് മുഖേന ഈ പ്രമേഹം കൂടാനും സാധ്യത ഉണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് രോഗങ്ങളെ ഇത് ഇല്ലാണ്ടാക്കും ഈ നോമ്പ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പൊണ്ണത്തടി, ഒബേസിറ്റി. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം ചലിക്കുന്ന ആ ശിര ഞരമ്പുകൾ, അവിടെ അതിൻ്റെ അകം കട്ടിയാവുകയും എന്നിട്ട് അത് ഓഫാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ രക്തം ചലിക്കുന്നില്ല, അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഈ രോഗം, ഈ പ്രശ്നം, ഇതും നോമ്പ് മുഖേന കുറയും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, BP, ഇതും നോമ്പ് കൊണ്ട് കുറയും. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നവർ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് BP-യും ബ്ലഡ് പ്രഷറും അതേപോലെ തന്നെ ഷുഗറും ചെക്കപ്പ് ചെയ്യിപ്പിക്കൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നോമ്പിൻ്റെ മുമ്പായിട്ട് റമദാൻ മാസത്തോടടുപ്പിച്ച് ഒന്ന് ഡോക്ടറോട് ഗുളിക കഴിക്കുന്നതിനെ പറ്റി, ഔഷധങ്ങൾ കഴിക്കുന്നതിനെ പറ്റി ഒന്ന് ആരായുന്നത്, ഒന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഈ റമദാനിൽ ഇതിൻ്റെ ഡോസേജ് ഞാൻ ഫുള്ളായിട്ട് എടുക്കണോ വേണ്ടേ എന്ന് ചോദിക്കുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ ഈ BP കുറയുന്നുണ്ട് റമദാനിൽ, അതുപോലെ തന്നെ ഷുഗറും കുറയുന്നുണ്ട്. പിന്നെ മരുന്നും കൂടി, ഔഷധവും കൂടി കഴിക്കുമ്പോഴേക്ക് നല്ലോണം കുറയാനുള്ള ഒരു ചാൻസസ് ഉള്ളത് കൊണ്ട് അത് നല്ലതാണ്. അതിനെപ്പറ്റി ഒന്ന് ചോദിക്കൽ നല്ലതാണ്. ഇങ്ങനെ നമുക്ക് അല്ലാഹു തആല ഫർളാക്കിയ, നിർബന്ധമാക്കിയ ഈ വ്രതം, ഇത് മുഖേന നമ്മുടെ ശരീരത്തെ നല്ല ഒരു ശുദ്ധീകരണമാണ് ഈ മാസം കൊണ്ട് നടക്കുന്നത്. അതായത് നമ്മുടെ ഓരോ സെല്ലുകളെയും ആട്ടോപാജി, ഓരോ സെല്ലിൻ്റെ ശുദ്ധീകരണം, സെല്ലിൻ്റെ ഡാമേജുകളെ ഇല്ലാണ്ടാക്കുക, അതിനെ നന്നായിട്ട് അതിൻ്റെ വിഷാംശങ്ങളെ ഇല്ലാണ്ടാക്കുക. അതേപോലെ തന്നെ ഈ സെൽസുകളെ ഒന്ന് നന്നായി ശുദ്ധിയാക്കുന്നു. സെൽസുകളിലാണ്, കോശങ്ങളിലാണ് പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ശുദ്ധീകരിക്കുമ്പോഴേക്ക് പിന്നെ രോഗത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നാം കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. ആ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നന്നല്ല. അത് നാം സൂക്ഷിച്ച് തന്നെ കഴിക്കണം. എന്താണെങ്കിലും ആ സമയത്ത് കണ്ടതും കിട്ടിയതും വാരി വലിച്ച് തിന്നുന്നത് ഒരിക്കലും നന്നല്ല. എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ആകണം. അതിൻ്റെ ചേരുവ പരസ്പരം ചേരുന്ന ഭക്ഷണമല്ല എങ്കിൽ അത് മുഖേന ഒരുപാട് ഇഷ്യൂസുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകും.
അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകട്ടെ. ലോകത്തിൽ എങ്ങും അല്ലാഹു തആല സമാധാനം ഉണ്ടാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.